ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സുപ്രധാന നീക്കവുമായി SIT 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരോട് ഹാജരാകാൻ നോട്ടീസ് നൽകി. ഡിസംബർ 26 ഹാജരാകാനാണ് നോട്ടീസ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് SIT നീക്കം. ഇത് മുന്നിൽ കണ്ട് ബോർഡ് അംഗങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചു. അതിനിടെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ സ്ഥാപനത്തിൽ SIT പരിശോധന നടത്തി. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൽ അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല, അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങിയില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. രൂക്ഷമായ വിമർശനമായിരുന്നു SITക്കെതിരെ ഉന്നയിച്ചത്. പക്ഷെ വലിയ സ്വാധീനമുള്ള രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഡിസംബർ 26 ഹാജരാകാൻ നോട്ടീസ് നൽകി. കാരണം ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച് വീണ്ടും ദിവസങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു നടപടി SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർക്ക് മുൻകൂർ ജാമ്യം നേടാനുള്ള സൗകര്യം പോലും ഒരുക്കുന്നൊരു സാഹചര്യമുണ്ട്, പശ്ചാത്തലമുണ്ട്. എന്താണിപ്പോൾ SITയുടെ നടപടി കേസുമായി ബന്ധപ്പെട്ട്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം വന്നതിന് ശേഷമാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് SIT എത്താൻ തയ്യാറായത്. ഇപ്പോഴാണ്, അതായത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ്, വിമർശനം വന്നതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ 2019 ബോർഡ് അംഗങ്ങളെ ഈ ഒരു അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോട്ടീസ് അയച്ചത്. അതായത് ഇവരുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ എന്ന രീതിയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ, അതായത് ഈ ഒരു നോട്ടീസിനിടയിൽ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും SIT നൽകുന്നുണ്ട്. കാരണം ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ ഒരു അന്വേഷണം മന്ദഗതിയിലായി. അത് മാത്രമല്ല, അതൊരു വലിയൊരു കൊള്ളയാണ്. കാരണം വലിയൊരു വിശ്വാസികളുടെ മതവികാരത്തെ അടക്കം, വിശ്വാസത്തിനടക്കം ഹനിക്കുന്ന തരത്തിലാണ് ഈ ഒരു കൊള്ള നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇത് നശിപ്പിച്ചത്. അതായത് ഈ ഒരു സംരക്ഷണത്തിന് വേണ്ടി അവിടെ നിലനിർത്തിയ ബോർഡ് അംഗങ്ങൾ തന്നെ ഈ ഒരു കൊള്ളക്ക് കൂട്ടുനിന്നു. അത് ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു അന്വേഷണം, ഉന്നതരിലേക്ക് എത്താൻ ഈ ഒരു SITക്ക് മടി വേണ്ട എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്, ഹൈക്കോടതിയുടെ നിർദ്ദേശമടക്കം. അത് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം VD സതീശനും ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പ്രതികരിച്ചതും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഈ ഒരു അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു, ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതികരിച്ചത്. ഇന്ന് രമേശ് ചെന്നിത്തലയും അത്തരത്തിൽ ഒരു വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു SITയുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. ഇതൊരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ള ഒരു സംഘമാണ് ഇത് നടത്തിയതെങ്കിൽ, അത്തരത്തിൽ ഒരുപാട് മൂല്യമായ വസ്തുക്കൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ, അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയോ അല്ല കേരളത്തിൽ തന്നെ ഉണ്ടോ, ഈ ഒരു ഇതൊക്കെ കണ്ടെത്തുക, ഒപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വളരെ സാഹസികവും വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെ രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അവർക്ക് തീർത്തും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു 2 ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം. ഇവിടെ നമുക്കറിയാം സാരംഗ്, ഒരു രാഷ്ട്രീയ സമ്മർദ്ദം സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കേണ്ട എന്നൊരു നിലപാട് CPM സ്വീകരിച്ചാൽ പോലും മറുവശത്ത് ശങ്കർദാസിൻ്റെ മകൻ പോലീസ് ഉന്നതനാണ്. ആ രീതിയിലുള്ളൊരു സംരക്ഷണം അതല്ലെങ്കിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നാൽ അത് മറ്റു തരത്തിൽ ഒരു പോലീസ് ഉന്നതൻ്റെ പിതാവിനെ പിടികൂടുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അയാൾ പ്രതിയാകുന്നു, സ്വർണ്ണ മോഷണ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാകുന്നു എന്ന് പറയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഭയക്കുന്നുണ്ടോ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ? തീർത്തും അത് ശരിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ SITയുടെ നീക്കം. കാരണം ഈ ഒരു ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ SIT ഇവരിലേക്ക് അടക്കം കടന്നത്. കാരണം ഇത്തരത്തിലുള്ള, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊപ്പം തന്നെ ഇങ്ങനൊരു ബന്ധം കൂടി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്ക് തുടർച്ചയായിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടും അന്നത്തെ 2 ബോർഡ് അംഗങ്ങളിലേക്ക് എത്തുന്നില്ല എന്നത് വളരെ ഈ ഒരു ചോദ്യമുനയിൽ നിർത്തിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു. മാത്രമല്ല ഈ ഒരു ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത്തരത്തിലൊരു കൊള്ള നടത്താൻ പറ്റില്ല. മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിലും ഇത്തരത്തിൽ ബോർഡ് അംഗങ്ങളും അറിയാതെ ഇത്തരത്തിലൊരു കൊള്ള നടക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം വന്നതിന് ശേഷം മാത്രമാണ് അന്വേഷണം ഇവരിലേക്ക് വ്യാപിപ്പിച്ചത് എന്നൊരു നിർണായകമായൊരു കാര്യം
കൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതായത് ഈ ബോർഡ് അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഏതൊക്കെ ഉന്നതരിലേക്ക് എത്തുമെന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം ഹൈക്കോടതി അടക്കം പരാമർശിച്ചത് വമ്പൻ സ്രാവുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരിലേക്ക് എത്താൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ആ ഒരു പരാമർശം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ പങ്കെടുത്ത, അതായത് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നതരിലേക്ക് എത്താൻ കഴിയും. പക്ഷേ ആ ഒരു സമ്മർദ്ദം എങ്ങനെ മറികടക്കും എന്നതൊരു ചോദ്യമാണ്. കാരണം ഇത്തരത്തിലൊരു പോലീസ് ബന്ധവും ഒപ്പം നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്നു. ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ഒരു തിരിച്ചടി മറികടക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതിനിടെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു. അതൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. ഡി മണി എന്നൊരു വ്യക്തി ഇതിലേക്ക് ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു. 4 പഞ്ചലോക വിഗ്രഹം ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കൊള്ളയുടെ വ്യാപ്തി വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശബരിമല ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സുപ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല. അതേപോലെ തന്നെ അത്ര വലിയൊരു ക്ഷേത്രം അല്ലെങ്കിൽ പോലും മറ്റ് പല ക്ഷേത്രങ്ങളുമുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അമൂല്യമായ വസ്തുക്കളുമുണ്ട്. കാരണം ഈ ഒരു പുരാവസ്തുക്കളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കൾക്ക് വലിയൊരു വില ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പ് എത്രത്തോളം വ്യാപകമായി കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്, അതെല്ലാം ഇനിയിപ്പോൾ SITയുടെ അന്വേഷണ പരിധിയിൽ വരേണ്ടി വരും. ഒപ്പം തന്നെ ഈ ഒരു അന്താരാഷ്ട്ര ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു അന്വേഷണം ഈ ഒരു മറ്റ് രാജ്യങ്ങളിലേക്കും, അതായത് ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്താനടക്കമുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ SITയിൽ നിന്നും ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉന്നതരിലേക്കും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധത്തിലേക്കും എത്താനുള്ള സാധ്യത അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമല്ല, ഒരു പോലീസ് ഉന്നതൻ്റെ DIGയുടെ പിതാവാണ് ശങ്കർദാസ്. അതുകൊണ്ട് തന്നെ പോലീസിലെ ഒരു SP ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഒരു കേസ് തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നാൽ അത് ഏതൊക്കെ പ്രത്യാഘാതങ്ങൾ അവരുടെ സർവീസിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അത്തരം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ, സ്വാഭാവികമായി ഇത്തരം ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ശക്തമായ താക്കീത് നടപടി ഈ വിഷയത്തിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്.